കാർ ഡിഫൻഡ് കൈമളശ്ശേരി ചെമ്പ്രവട്ടത്തിനടുത്തുള്ള കൈമളശ്ശേരിയിലെ നമ്മുടെ സുഹൈബിൻ്റെ ഗറാഷാണിത്. ഇവിടുത്തെ ടൂൾ ബോർഡ് ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഊണ് സമയത്താണ് അവിടെ ചെന്നിരിക്കുന്നത്. അന്നേരമുള്ള ടൂൾ ബോർഡിൻ്റെ ഒരവസ്ഥയാണിത്. അവർ ആ ഉച്ച വരെയുള്ള പണികൾ തീർത്ത ശേഷം ടൂൾ ബോർഡ് രണ്ടാമത് സെറ്റ് ചെയ്ത ശേഷമാണ് എല്ലാവരും ഭക്ഷണം കഴിക്കാനും മറ്റുമായിട്ടൊക്കെ പോകുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ടൂൾ ബോർഡ് വളരെ വൃത്തിയായിട്ട് അടുക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇവരുടെ വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് 1 വർഷം 1.5 വർഷം മുമ്പ് ഇതേപോലത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും നന്നായിട്ട് ടൂൾസ് സൂക്ഷിക്കുന്ന ഒരു കൾച്ചർ അവർ വളർത്തിയെടുത്തു. അതിൻ്റെ ഓണറായ സുഹൈബിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന അവിടുത്തെ ബാക്കിയുള്ള ടെക്നീഷ്യന്മാരും വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വാഹനങ്ങളുടെ സങ്കീർണമായ പല ഭാഗങ്ങൾ അഴിച്ചെടുത്ത് വീണ്ടും എല്ലാം ശരിയാക്കി അതേപോലെ തന്നെ റീസെറ്റ് ചെയ്ത് വെക്കുന്ന നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഈ ടൂൾസുകൾ കൃത്യമായിട്ട് സൂക്ഷിച്ച് ഇതേപോലെ ബോർഡിലോ അല്ലെങ്കിൽ ടൂൾ ട്രോളിയിലോ അല്ലെങ്കിൽ ടൂൾ ബോക്സിലോ ഒക്കെ സൂക്ഷിക്കാൻ പറ്റാത്തത്? എന്തിനാണ് ആശാന്മാർ ഈ ടൂൾസ് സൂക്ഷിക്കുന്നില്ല എന്ന് നമ്മളെപ്പറ്റി എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതൊരു വലിയ സംസ്കാരമാണ്. ഇന്ന് ജോലി ചെയ്യുന്ന പല ടെക്നീഷ്യന്മാരും നാളത്തെ ഗറാഷ് ഓണേഴ്സാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ഇതിലും വലിയ സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്ക് പോകേണ്ടവരാ. അന്ന് ഈ കൾച്ചർ നിങ്ങളെ വളരെയധികം സഹായിക്കും. നമ്മൾ ഈ പറയുന്ന എന്ത് തരം മുട്ടാന്യായങ്ങളും ഒന്നും തന്നെ നമ്മുടെ വളർച്ചയ്ക്ക് സഹായിക്കില്ല. വളർച്ച വേണമെങ്കിൽ മാറി ചിന്തിച്ചേ പറ്റൂ. മാറണം തീർച്ചയായും. കാർ ഡിഫൻഡ് കൈമളശ്ശേരി ചെമ്പ്രവട്ടത്തിനടുത്തുള്ള കൈമളശ്ശേരിയിലെ നമ്മുടെ സുഹൈബിൻ്റെ ഗറാഷാണിത്. ഇവിടുത്തെ ടൂൾ ബോർഡ് ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഊണ് സമയത്താണ് അവിടെ ചെന്നിരിക്കുന്നത്. അന്നേരമുള്ള ടൂൾ ബോർഡിൻ്റെ ഒരവസ്ഥയാണിത്. അവർ ആ ഉച്ച വരെയുള്ള പണികൾ തീർത്ത ശേഷം ടൂൾ ബോർഡ് രണ്ടാമത് സെറ്റ് ചെയ്ത ശേഷമാണ് എല്ലാവരും ഭക്ഷണം കഴിക്കാനും മറ്റുമായിട്ടൊക്കെ പോകുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ടൂൾ ബോർഡ് വളരെ വൃത്തിയായിട്ട് അടുക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇവരുടെ വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് 1 വർഷം 1.5 വർഷം മുമ്പ് ഇതേപോലത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും നന്നായിട്ട് ടൂൾസ് സൂക്ഷിക്കുന്ന ഒരു കൾച്ചർ അവർ വളർത്തിയെടുത്തു. അതിൻ്റെ ഓണറായ സുഹൈബിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന അവിടുത്തെ ബാക്കിയുള്ള ടെക്നീഷ്യന്മാരും വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വാഹനങ്ങളുടെ സങ്കീർണമായ പല ഭാഗങ്ങൾ അഴിച്ചെടുത്ത് വീണ്ടും എല്ലാം ശരിയാക്കി അതേപോലെ തന്നെ റീസെറ്റ് ചെയ്ത് വെക്കുന്ന നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഈ ടൂൾസുകൾ കൃത്യമായിട്ട് സൂക്ഷിച്ച് ഇതേപോലെ ബോർഡിലോ അല്ലെങ്കിൽ ടൂൾ ട്രോളിയിലോ അല്ലെങ്കിൽ ടൂൾ ബോക്സിലോ ഒക്കെ സൂക്ഷിക്കാൻ പറ്റാത്തത്? എന്തിനാണ് ആശാന്മാർ ഈ ടൂൾസ് സൂക്ഷിക്കുന്നില്ല എന്ന് നമ്മളെപ്പറ്റി എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതൊരു വലിയ സംസ്കാരമാണ്. ഇന്ന് ജോലി ചെയ്യുന്ന പല ടെക്നീഷ്യന്മാരും നാളത്തെ ഗറാഷ് ഓണേഴ്സാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ഇതിലും വലിയ സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്ക് പോകേണ്ടവരാ. അന്ന് ഈ കൾച്ചർ നിങ്ങളെ വളരെയധികം സഹായിക്കും.